നമ്മള് യാക്കോബിന്റെ അവസാന ഭാഗത്തേക്ക് വന്നേക്കുവാണ്. 5-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അത് ഉപസംഹാരമാണ്, കൺക്ലൂഡ് ചെയ്യാണ് യാക്കോബ്. നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കി പോകാം. 7-ാമത്തെ വാക്യം: എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ വരവോരെ ദീർഘക്ഷമയോടിരിക്കുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ഈ വാക്യങ്ങളിലൊക്കെ പ്രധാനമായും യാക്കോബ് പേഷ്യൻസിനെ കുറിച്ച്, ദീർഘക്ഷമയെ കുറിച്ചാണ് പറയുന്നത്. ഈ വാക്യം തുടങ്ങുന്നത് എന്നാൽ സഹോദരന്മാരെ. അപ്പൊ അത് മുകളിലുള്ള വാക്കുകളുടെ എന്നാൽ ആകണമെന്നില്ല. ഈ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്യുന്ന എന്നാലായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു വന്നിട്ട് എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ വരവോരെ ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. എന്നിട്ട് ദീർഘക്ഷമയോടെ ഇരിക്കുന്നതിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയുന്നത്, ഒരു കൃഷിക്കാരൻ ഒരു വിത്ത് വിതച്ചാൽ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഫലം പ്രതീക്ഷിക്കുന്നില്ല. അതിന് ഒരു നിശ്ചിത സമയമുണ്ട്. അതുവരെയും ക്ഷമയോടെ അത് വളരാൻ ആവശ്യമായ മുൻമഴയും പിന്മഴയും എല്ലാം അദ്ദേഹം കാത്ത് ആ ഒരു സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അത് പറയാനൊരു കാരണമുണ്ട്. കാലതാമസം ഉണ്ടാകുമ്പോഴാണ് മനസ്സ് മടുക്കുന്നത്. 10 കന്യകമാരുടെ ആ ഉപമയിൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: മണവാളൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ ഉറങ്ങി. കാലതാമസം മടിപ്പിക്കാനും പിന്മാറാനും കാരണമായി തീരും. അതുകൊണ്ടാണ് യാക്കോബ് പ്രോത്സാഹിപ്പിക്കുന്നത്, കർത്താവിന്റെ വരവ് വരെ, കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നത് വരെയും ആ സമയം വരെ നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അടുത്ത വാക്യം: നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. ദീർഘക്ഷമയോടെ ഇരിക്കണമെങ്കിൽ ഹൃദയം സ്ഥിരമാക്കണം. യാക്കോബിന്റെ ലേഖനം തുടങ്ങുന്ന ആ 1-ാമത്തെ അധ്യായത്തിൽ 6-7 വാക്യങ്ങളിൽ യാക്കോബ് അത് പറയുന്നുണ്ട്. എന്നാൽ അവൻ യാതൊരു സംശയവും കൂടാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാകുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഹൃദയം സ്ഥിരമല്ലെങ്കിൽ, ആ കാര്യത്തിൽ നമ്മൾ സ്ഥിരതയോടെ നിൽക്കുന്നില്ലെങ്കിൽ, നമുക്ക് കർത്താവിന്റെ സമയം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ നാൾ വരെ കാത്തിരിക്കാൻ കഴിയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്താവിന്റെ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം, കർത്താവിന്റെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ളതും അല്ലെങ്കിൽ കഠിനം എന്ന് പറയാവുന്ന ഒരു സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് കഷ്ടതയും ക്രൂശീകരണവും. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 51-52 വാക്യങ്ങളിൽ: അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. യെരുശലേമിലേക്ക് യാത്രയാകുക എന്ന് പറഞ്ഞാൽ കുരിശിലേക്ക് നടന്നു കയറുക എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ കർത്താവ് ആഗ്രഹിക്കുന്ന എന്തും സംഭവിക്കട്ടെ എന്ന് അവന്റെ മനസ്സ് ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഒരു പ്രതികൂലത്തിന് മുൻപിൽ അവൻ ചഞ്ചലപ്പെട്ടു പോകും. അവന്റെ തീരുമാനങ്ങളൊന്നും നിലനിർത്തുവാൻ അവന് കഴിയില്ല. കർത്താവ് ഇവിടെ മനസ്സുറപ്പിച്ചു എന്നുള്ള വായിക്കും. ഈ മനസ്സുറപ്പിക്കുന്നതിന്റെ 3 സ്റ്റേജുകളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മനസ്സുറപ്പിക്കണമെങ്കിൽ ഒന്നാമത് എ സ്ട്രോങ് കൺവിക്ഷൻ. ആ വിഷയത്തെ കുറിച്ച് നമുക്കൊരു വ്യക്തമായൊരു ബോധ്യം ഉണ്ടാകണം. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ നുണ പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ കൈക്കൂലി കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്തൊരു കാര്യം ചെയ്യത്തില്ല. അപ്പോ അതിനെക്കുറിച്ച് എനിക്കൊരു സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടാകണം ഒന്നാമതായിട്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പ്രശ്നത്തിന് മുമ്പിൽ അവർ ആ കൺവിക്ഷൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചാഞ്ചാടി പോകുന്നത്? അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വ്യക്തമായ ഒരു ധാരണ നമുക്കില്ല. ഇപ്പൊ നുണ പറയരുത്,
എനിക്ക് തോന്നുന്നേ ഒരു സാധാരണ വിശ്വാസിക്ക് സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത് എന്നുള്ള കാര്യത്തിൽ എത്ര കൺവിക്ഷൻ ഉണ്ടോ അതിന്റെ പകുതി പോലും ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. നുണ പറയരുത് എന്നുള്ള കാര്യത്തിൽ ആ കൺവിക്ഷൻ ഉണ്ടാകണം. ഒന്നാമത് വേദപുസ്തകം എന്തു പറയുന്നു? ഒന്നാമത് സ്ട്രോങ് കൺവിക്ഷൻ വേദപുസ്തകത്ത് പറയുന്നു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. രണ്ട്, സ്ട്രോങ് കൺവിക്ഷൻ ഓഫ് ദ ഹാർട്ട്. അപ്പൊ ഒന്നാമത് ആ വിഷയത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുക, എന്ത്? ഞാൻ നുണ പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ കൈക്കൂലി കൊടുക്കത്തില്ല. അത് മനസ്സിൽ ഉറപ്പിക്കുന്നു. ഈ രണ്ട് സ്റ്റേജും കഴിഞ്ഞാൽ തീർന്നില്ല. ഈ രണ്ട് സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നത്. എന്താണ്? എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ട്. രണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ഒരു മനസ്സിൽ ഒരു ദൃഢനിശ്ചയമുണ്ട്. അത് രണ്ടും മാത്രമാണെങ്കിൽ നമ്മിൽ അഹങ്കാരം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, എ സ്ട്രോങ് കൺവിക്ഷൻ അബൌട്ട് ദി ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള ഒരു കൺവിക്ഷൻ. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 7-ാമത്തെ വാക്യം. യഹോവയായ ദൈവം എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ലെന്ന് ഞാൻ അറിയുന്നു. യഹോവ എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു. സ്ട്രോങ് കൺവിക്ഷൻ അബൌട്ട് ദ മാറ്റർ, സ്ട്രോങ് കൺവിക്ഷൻ അബൌട്ട് ദ ഹാർട്ട്. അത് രണ്ടും മാത്രമല്ല, അത് ഫുൾഫിൽ ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കും. ഇത് മൂന്നും ചേരുമ്പോഴാണ് ആ വിഷയത്തിൽ ഒരു വിജയം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് മനസ്സുറപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ദീർഘക്ഷമയോടെ ഇരിക്കണം. നമ്മൾ എബ്രായത്തിൽ വായിക്കുന്നത് ഓട്ടം ഓടി തികയ്ക്കാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അടുത്ത വാക്യം ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെയൊക്കെ സമാപ്തി വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. 9-ാമത്തെ വാക്യം, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവൻ മറ്റൊരുവനെതിരെ പിറുപിറുക്കരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. നമ്മളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിച്ചതാണ്. മറ്റൊരാളെ വിധിക്കരുത്, പിറുപിറുത്തു പോകരുത്. വേദപുസ്തകത്തിൽ മറ്റുള്ളവർക്കെതിരെ പിറുപിറുത്തു പോയവരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ യാക്കോബ് പറയുകയാണ്, വിധിക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല, എന്നാൽ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുകയാണ്. ന്യായാധിപതിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം ഞാൻ എടുത്താൽ ഞാൻ ശിക്ഷിക്കപ്പെടും. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. 10-ാമത്തെ വാക്യം, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും മാതൃകയാക്കി കരുതിക്കൊള്ളുവിൻ. ദീർഘക്ഷമയെ കുറിച്ച് പറഞ്ഞപ്പോൾ യാക്കോബ് പഴയ നിയമകാലത്തെ പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പല പ്രവാചകന്മാരും ദീർഘവർഷങ്ങൾ ദൈവം പറഞ്ഞ ആ കാര്യത്തിനു വേണ്ടി അവർ നിന്നു. അവരാഗ്രഹിച്ച പ്രതീക്ഷിച്ച ഫലങ്ങൾ ഉണ്ടായില്ല. ഇരമ്യാവ് 40 വർഷമാണ് ഒരേ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തത്. പക്ഷെ ഈ 40 വർഷം അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടും നല്ല റിസൾട്ടുകളൊന്നും ഉണ്ടായില്ല. പല പ്രവാചകന്മാരും ദീർഘക്ഷമയ്ക്ക് ഉദാഹരണമാണ്. 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും മറ്റൊരു ഉദാഹരണം കൊണ്ടുവരികയാണ്. ഇയ്യോബിന്റെ ഉദാഹരണം ദീർഘക്ഷമയ്ക്ക് ഉദാഹരണമായിട്ട് ഇയ്യോബിന്റെ ജീവിതം കൊണ്ടുവരികയാണ്. എന്നിട്ട് യാക്കോബ് പറയുന്നു, സഹിഷ്ണുത കാണിച്ചവരെ നമ്മൾ വിളിക്കുന്നത് ഭാഗ്യവാന്മാരെന്നല്ലേ. ഓർക്കണം, അവരുടെ തലമുറയിൽ അവരെ ആരും ഭാഗ്യവാൻ എന്ന് വിളിച്ചില്ല. അവരുടെ കാലഘട്ടം കഴിഞ്ഞ് യാക്കോബിന്റെ കാലഘട്ടമായപ്പോൾ തിരിഞ്ഞു നോക്കി വിളിച്ചു, അവർ ഭാഗ്യവാന്മാർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഭാഗ്യവാനെന്ന് വിളിക്കാനോ അല്ല ആളുകളുള്ളത്. കൂടുതലും നമ്മളെ നിരാശപ്പെടുത്താനും ദൈവത്തിന്റെ വഴിയിൽ, ക്രൂശിന്റെ വഴിയിൽ പോകുമ്പോൾ അത് അപമാനമാണെന്ന് പറയാനുമായിരിക്കും ആളുകൾ കൂടുതലുള്ളത്. എന്നാൽ അടുത്ത തലമുറ പറയും, അവിടെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് യാക്കോബിന്റെ കാലഘട്ടത്തിൽ വിളിക്കുന്നത് അവൻ ഭാഗ്യവാൻ. എന്നിട്ട് ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് പറയുകയാണ്,
നിങ്ങൾക്കറിയാമല്ലോ, യോബ് കടന്നുപോയത് വളരെ വേദനയുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സമയം, പരിശോധനകളായിരുന്നെങ്കിലും കർത്താവ് വരുത്തിയ അവസാനം കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നല്ലൊരു അവസാനം വന്നു, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായി. അടുത്ത വാക്ക്, കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. നമ്മുടെ ജീവിതത്തിലും നാം തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ, പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ, ദീർഘക്ഷമ ആവശ്യമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ടത്, കർത്താവ് കരുണയും മനസ്സലിവുള്ളവനാണ്. നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവ് എവിടെ പോയി കിടക്കുക? കർത്താവ് ഇത് കാണുന്നില്ലേ? ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ അറിയുന്നില്ലേ? അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, കർത്താവ് കരുണയും മനസ്സലിവുമുള്ളവനാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടത സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനത്താക്കി ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നമ്മൾ കടന്നു പോകുന്ന ആ കഷ്ടതയിൽ ദൈവം കാണാതിരിക്കുകയല്ല, ദൈവം വേഗത്തിൽ അതിന് പരിഹാരം വരുത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷകളെ തരില്ല. ഇയ്യോബിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നത്, ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ കഠിനമായ സമയങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് ഒരു നല്ല അവസാനം കൊണ്ടുവന്നു. കർത്താവ് കരുണയും മനസ്സലിവുമുള്ളവനാണ്. അത് ഇയ്യോബിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം മനസ്സലിവും കരുണയും ഉള്ളവനാണ്. അതുകൊണ്ട് കരുണയും മനസ്സലിവുമുള്ള ദൈവത്തിന് പ്രശ്നം ദീർഘിപ്പിക്കാനല്ല ആഗ്രഹം, വേഗത്തിൽ പരിഹരിക്കാൻ തന്നെയാണ്. പക്ഷേ ഞാൻ കടന്നു പോകേണ്ട ആ സമയത്തിലൂടെ ഞാൻ കടന്നു പോകണം. അടുത്ത വാക്യം, 12-ാമത്തെ വാക്യം, സർവോപരി സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വളരെ വിശദമായി പറയുന്നില്ല. സഹോദരന്മാരെ, നിങ്ങൾ സത്യം ചെയ്യരുത്. എന്തുകൊണ്ട് സത്യം ചെയ്യരുത്? നമ്മൾ സത്യമേ പറയാൻ പാടുള്ളൂ. പിന്നെ സത്യം എന്തിനാ? ഒരു വിശ്വാസി സത്യമേ പറയാൻ പാടുള്ളൂ, നുണ പറയരുത്. അഥവാ നുണ പറഞ്ഞാൽ അതൊരു പാപമായി കണ്ട് ദൈവത്തോട് അനുതപിക്കണം. ദൈവത്തോട് അനുതപിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ദൈവം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി സത്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇവിടെ പറയുന്നത്, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ഇതൊക്കെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ, ഇത് വിശ്വാസികളോട് പറയുന്ന കാര്യമാണ്. അത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധി എന്ന് എനിക്കറിയില്ല. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ അതുപോലെ ആയിരിക്കട്ടെ. ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഈ കാര്യത്തിലൊക്കെ വിശ്വാസികൾ വളരെയധികം പുറകിലായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അപ്പോസ്തലന്മാരെ, കർത്താവ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. നാം സത്യമേ പറയാവൂ. ഉവ്വ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അടുത്ത ഒരു വിഷയം രോഗശാന്തിയെ കുറിച്ചാണ്. 13 മുതൽ 16 വരെയുള്ള കാര്യം. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കി പോവാം. നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ 2 അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. കഷ്ടത ആത്മീകവും സുഖം പൈശാചികവും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ സ്തോത്രത്തോടെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. പാട്ടുപാടുക എന്ന് പറഞ്ഞാൽ സ്തോത്രഗീതങ്ങൾ പാടട്ടെ. അപ്പോൾ ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, കാർ ഉണ്ടെങ്കിൽ സ്തോത്രം, കാറിൽ യാത്ര ചെയ്യാം. കാർ ഇല്ലെങ്കിലും സ്തോത്രം, ബസ്സിൽ യാത്ര ചെയ്യാം. ബസ്സും ഇല്ലെങ്കിൽ നടന്നു പോകാം, സ്തോത്രം. എല്ലായ്പ്പോഴും സ്തോത്രം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ, അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്.
അല്ലാതെ കഷ്ടത ആത്മീയവും സുഖം പൈശാചികവും എന്ന് വേദോസം പഠിപ്പിക്കുന്നില്ല. ഏതൊരു സാഹചര്യത്തിൽ സന്തോഷത്തോടെ നമുക്കത് അനുഭവിക്കാം. കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അവിടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കഷ്ടത മാറുന്നതിന് വേണ്ടി മാത്രമാകണമെന്നില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം കഷ്ടതയ്ക്ക് ഒരു സമയമുണ്ട്. ആ കഷ്ടതയുടെ സമയത്തെ സംഭവിക്കൂ. പക്ഷേ കഷ്ടതയിൽ വിറുവിറുപ്പ് കൂടാതെ മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. എന്നിട്ടൊരു കാര്യം പറയുകയാണ്, നിങ്ങളിൽ രോഗിയായി ആരെങ്കിലും കിടക്കുന്നെങ്കിൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് അന്യോന്യം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെയധികം ഫലിക്കുന്നു. ഇവിടെ രോഗശാന്തിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ സഭയിൽ ഒരു രോഗിയുണ്ടെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവൻ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, മരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ആത്മീക പ്രവൃത്തികളും എന്നെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അപകടമാണത്. രോഗശാന്തി ഇപ്പൊ ഞാൻ മരുന്നെടുക്കില്ല, പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് അതിനെ വിധിക്കാനോ അതിനെക്കുറിച്ച് തർക്കം പറയാനോ ഒന്നും നമ്മൾ തയ്യാറാകണ്ട. അത് അവരവരുടെ ഓരോ കാഴ്ചപ്പാട് തീരുമാനങ്ങൾ ആയിക്കോട്ടെ. പക്ഷെ അതിലൂടെ മറ്റെല്ലാവരും പാപികളാണെന്നും ഞാൻ ആദിഭക്തനാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഞാൻ മരുന്നെടുത്ത് കുറച്ച് പാപിയാകുന്നതാണ് മറ്റതിനേക്കാൾ നല്ലത്. അപ്പോ ഇവിടെ ഈ കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എന്താ യാക്കോബ് പറയുന്നത്? രോഗിയായി കിടക്കുന്നെങ്കിൽ ആശുപത്രി പോകാനല്ല, രോഗിയായി കിടക്കുന്നെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ? ഓക്കെ, കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അപ്പൊ എന്തുകൊണ്ട് അത് പ്രാർത്ഥിക്കുന്നത്? ആഹാരമില്ലാത്തതുകൊണ്ട്. ആഹാരം ഉണ്ടെങ്കിലോ? ആഹാരമുണ്ടെങ്കിൽ ആഹാരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ, ആഹാരം എടുത്ത് കഴിക്കണോ? സ്തോത്രത്തോടുകൂടി എന്താ ചെയ്യണ്ടേ? ആഹാരം വീട്ടിലുണ്ടെങ്കിൽ സ്തോത്രത്തോടുകൂടെ ഞാൻ ആഹാരം കഴിക്കണം. അതിനെക്കുറിച്ച് ഈ ക്ലാസ്സിലാണോ പറഞ്ഞത് അറിയത്തില്ല. കർത്താവ് പറഞ്ഞപ്പോൾ ആഹാരം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് അതെന്തിനു വേണ്ടിയാണ്? എൻ്റെ ഡിപ്പെൻഡൻസ്, അതായത് എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിലും ഗോഡ് ഈസ് മൈ പ്രൊവൈഡർ, ദൈവമാണ് എനിക്ക് തരുന്നത് എന്നുള്ളൊരു ബോധ്യം എന്നെ ഓർമ്മപ്പെടുത്താനും ദൈവസ്ഥലിൽ പറയാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ എനിക്ക് ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എന്താണ്? വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കണം, സ്തോത്രം കഴിക്കണം. അതുപോലെ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്കുള്ള ഈ പല സൗകര്യങ്ങളും ഇല്ല. അതുകൊണ്ട് നമുക്ക് മെഡിസിനോ ആശുപത്രിയോ ഡോക്ടേഴ്സോ ഒരു സഹായമായി തരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. പക്ഷെ പ്രശ്നം എന്തിലാണ് ഡിപ്പെൻഡൻസ് എന്നുള്ളതാണ്. ഈ മരുന്നെടുക്കാത്തവരുടെ ഡിപ്പെൻഡൻസ് മരുന്നെടുക്കാത്തതിലാണ്, മരുന്നെടുക്കുന്നവരുടെ ഡിപ്പെൻഡൻസ് ഡോക്ടറിലാണ്. ഇതാണ് പ്രശ്നം. മരുന്ന് എടുത്തില്ലെങ്കിലും മരുന്നെടുത്താലും നമ്മുടെ ഡിപ്പെൻഡൻസ് കർത്താവിലായിരിക്കണം. ഇത് പറയാൻ എളുപ്പമാണ്, നമ്മളെല്ലാവരും അത് തന്നെ പറയും. ഞാൻ ഡോക്ടറെ അടുത്ത് പോയാലും എൻ്റെ ആശ്രയം മുഴുവൻ കർത്താവിലാണ്. അത് തെളിയിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മിഷണറി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ, അദ്ദേഹത്തോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു വടക്കേന്ത്യയിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ. വളരെ വ്യക്തമായി പറഞ്ഞു, നീ ആ ഗ്രാമത്തിലേക്ക് പോകണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ ഗ്രാമത്തിലൊന്നും ഡോക്ടേഴ്സോ ഹോസ്പിറ്റലോ ഇല്ല. ഇദ്ദേഹത്തിനാണെങ്കിൽ കടുത്ത ആസ്മാറ്റിക് പേഷ്യൻ്റാണ്, വളരെയധികം ആസ്മ രോഗമുള്ള ഒരു വ്യക്തിയാണ്. ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു ആ ഗ്രാമത്തിലേക്ക്, പക്ഷെ ആ ഗ്രാമത്തിൽ ആശുപത്രി. അപ്പൊ തെളിയും പുള്ളിയുടെ ഡിപ്പെൻഡൻസ് ഡോക്ടറിലാണോ
ദൈവത്തിലാണ്. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കി തരും തെളിയിക്കാൻ. ആരിലാണ് നമ്മുടെ ആശ്രയം? അപ്പൊ ഇവിടെ ഈ യാക്കോബ് പറയുമ്പോൾ അതിനർത്ഥം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയേക്കാൾ ഉപരി എന്റെ ഡിപ്പെൻഡൻസ്, അതായത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ദൈവം എനിക്ക് പരിഹാരം തരാൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ വേസ്, പല വഴിയിൽ ഒരു വഴിയാണിത്. അപ്പൊ എനിക്ക് സൗഖ്യം തന്നത് മരുന്നല്ല, എനിക്ക് സൗഖ്യം തന്ന ഡോക്ടറല്ല, അത് ദൈവമാണ്. ദൈവം അതിനു വേണ്ടി ഉപയോഗിച്ചു. ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു ദൈവദാസന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പല വഴികളുണ്ട്. ചിലപ്പോൾ വിദേശത്തുള്ള ഒരാള് ഒരു ഡ്രാഫ്റ്റ് ആയിട്ട് പൈസ അയക്കും, ചിലപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരാൾ പൈസ കൊടുത്തിരിക്കും, ചിലപ്പോൾ ദൈവം നേരിട്ട് തന്നെ പ്രവർത്തിച്ചിരിക്കുക. പല വഴികളുണ്ട്. പക്ഷെ ഏത് വഴികളായാലും അത് ചെയ്യുന്ന ദൈവമാണ്. ഇതുപോലെ തന്നെ നമുക്ക് സൗഖ്യമുണ്ടാക്കുന്നത് പല വഴികളിൽ കൂടെ ആണെങ്കിലും ദൈവമാണെന്നുള്ളൊരു ബോധ്യം, ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ്. അല്ലാതെ മരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റല്ല. ഇനി പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്, അതാണ് പലപ്പോഴും പലരും എടുത്ത് പറയുന്നത്. 2 ക്രോണിക്കിൾസ്, സെക്കൻഡ് ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 14-ാം അധ്യായം ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആസ രാജാവ് അദ്ദേഹത്തിന്റെ ഭരണം തുടങ്ങിയ സമയത്ത് ഒരു നല്ല രാജാവായിരുന്നു. എന്നാൽ അവസാന സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു. അതിന്റെ 16-ാം അധ്യായമായപ്പോഴേക്കും ആസയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ആസയുടെ ജീവിതത്തിലുണ്ടായ ഒരു പരാജയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ പരാജയം ഇതാണ്. ഒരിക്കൽ ഇസ്രയേൽ രാജാവ്, അതായത് ഈ രാജാവിന്റെ, ആസയുടെ ഭരണത്തിന്റെ 36-ാമത്തെ വർഷം, ബയശ എന്ന് പറയുന്ന ഒരു ഇസ്രയേൽ രാജാവ് ആസയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇദ്ദേഹം ഓടിച്ചെന്ന് ആരാം രാജാവായ ഒരു ജാതീയ രാജാവിനോട് ഞാൻ സഹായം ചോദിച്ചു, ബെൻഹദദിനോട് സഹായം ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ ഭണ്ഡാരത്തിലും ദേവാലയത്തിലും ഉണ്ടായിരുന്ന എല്ലാ വെള്ളിയും പൊന്നും എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു, സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സഹായിച്ചു. അപ്പോൾ ദർശകനായ ഹനാനി വന്നിട്ട് അദ്ദേഹത്തെ ശാസിക്കുന്നു. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം ആരെങ്കിലും വായിക്കുക. ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാൻ രാജാവിൽ ആശ്രയിച്ചതുകൊണ്ട് ആരാൻ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അവിടെ തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദേവാലയത്തിലെ പണമെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, തന്റെ ഭണ്ഡാരത്തിലുള്ള കൊടുത്ത് പോരാഞ്ഞിട്ട് ദേവാലയത്തിലെ പണമെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രവൃത്തിയല്ല. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിൽ ആശ്രയമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വലിയ സംഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വായിക്കുന്ന ഒരു പ്രശസ്തമായ, എല്ലാവർക്കും അറിയാവുന്ന വാക്യം, തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാണെന്ന് കാണിപ്പാൻ ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. അതിനുശേഷം ആസയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? 11 മുതൽ താഴോട്ടുള്ളത്. ആസയ്ക്ക് ഒരു രോഗം പിടിച്ചു. 12-ാമത്തെ വാക്യം. തന്റെ കാലിൽ ഒരു രോഗം പിടിച്ചു. രോഗം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ രോഗാവസ്ഥയിൽ യഹോവയല്ല വൈദ്യന്മാരെയാണ് അന്വേഷിച്ചത്. വൈദ്യന്മാരെ അന്വേഷിച്ചതല്ല പ്രശ്നം. എന്താ പ്രശ്നം? ആസയുടെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടല്ല അത് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മരുന്ന് ഉപയോഗിക്കാം, അല്ല മരുന്ന് ഉപയോഗിക്കേണ്ട എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാതിരിക്കാം. എന്നാൽ മരുന്ന് ഉപയോഗിക്കുമ്പോഴും അത് മരുന്നിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം. ജോലി ചെയ്യുമ്പോൾ നമുക്ക് സർവൈവലിന് ആവശ്യമായിട്ടുള്ള പണം ലഭിക്കുന്ന ജോലിയിലൂടെയല്ല, ദൈവം തരുന്നു. ദൈവം അതിനു വേണ്ടി ഒരു മീഡിയ ഉപയോഗിക്കുന്നു. അങ്ങനെ ദൈവം ചിലരോട് ഇടപെട്ടിട്ട് ഞാൻ മരുന്ന് ഉപയോഗിക്കത്തില്ല തീരുമാനിച്ച സ്തോത്രം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തൊരു വ്യക്തി താൻ ശ്രേഷ്ഠനാണെന്നും മറ്റുള്ളവരെ പരിഹസിക്കാനായി
തന്റെ തീരുമാനത്തെ എടുക്കുകയും ചെയ്യുന്നത് അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അത് തന്റെ ജീവിതത്തിന് അപകടമാണ്. ഓക്കെ, അപ്പൊ യാക്കോബ് പറയുന്ന അതാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പാപം ചെയ്തിട്ടുള്ള രോഗം കൂടെയാണ്. ആ രോഗം മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ പറയുന്നത് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകണമെങ്കിൽ കേവലം മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടെ ഒരു റെസ്റ്റോറേഷൻ കൂടി സംഭവിക്കണം. നിങ്ങൾ അന്യോന്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്യോന്യം അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഓക്കെ, അവിടെ ഒരു കാര്യം പറയുന്നത് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പൂശി പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും എണ്ണ പൂശി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടില്ല. ബൈബിൾ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ എണ്ണ പൂശി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എണ്ണ പൂശാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ അപകടം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച എണ്ണ കുപ്പിയിലാക്കി വീട്ടിൽ കൊടുത്തു വിടുന്നത്, അത് വിഗ്രഹാരാധനയാണ്. അഭിഷേകം ചെയ്യുന്നത് എണ്ണയല്ല, അഭിഷേകം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിട്ട് അവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് 17ാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ ജീവിതം കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ എടുത്ത് യാക്കോബ് പറഞ്ഞ കാര്യം, നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഏലിയാവ് എന്ന് പറഞ്ഞാൽ ഒരു അമാനുഷികനായ ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കും, പക്ഷെ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ യാക്കോബ് പറഞ്ഞത് അങ്ങനെയല്ല. ഏലിയാവ് നമ്മളെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറയുക. അത് ഏലിയാവിന്റെ വിഷയം മാത്രമല്ല, നമുക്കെല്ലാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ വിശ്വാസത്തെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് ഓടിച്ചാടി കയറി വരുന്നൊന്നുമല്ല. പെട്ടെന്ന് ഒരു മഴ കണ്ടപ്പോൾ മഴയോട് കൽപ്പിച്ച് നിൽക്കാൻ പറഞ്ഞാൽ ഉണ്ടാകുന്നൊന്നുമല്ല. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനോടുകൂടെ നടന്ന് 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 കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മിൽ ഉരുവാകുന്നതാണ് കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസം. അങ്ങനെ വെറുതെ കയറി മഴയോട് നിൽക്കാനെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ അപകടമാണ്. ചില ആളുകളൊക്കെ അതുപോലെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കയറി വിശ്വാസം വരുന്നില്ല. ഏലിയാവിന്റെ ചരിത്രം തുടങ്ങുന്ന എങ്ങനെയാണ്? ഏലിയാവ് തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. അതായത് കഴിഞ്ഞ ആരും അറിയാതെ ഒളിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, രഹസ്യമായിരുന്ന കാലഘട്ടമുണ്ട്. തിശ്ബിയിലെ ഗ്രാമത്തിൽ ആരും അറിയാത്ത ഒരു ഏലിയാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ അല്ലേ ഏലിയാവിനെ അറിയും. ആ കാലഘട്ടത്തിൽ ഞാൻ ഈ കർത്താവിനോടുകൂടെ നടക്കുകയാണ്, കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർത്താവിനോടുകൂടെ നടന്ന് നടന്ന് കർത്താവ് ആരാണെന്നുള്ള ആ ബോധ്യമാണ് വിശ്വാസം. ആ വിശ്വാസം ഉള്ളപ്പോൾ നമുക്ക് മഴയോട് നിൽക്കാനും പറയും. മഴ നിന്ന് കഴിയുമ്പോൾ അത് ഞാൻ നിർത്തിയാണെന്നുള്ള തോന്നലും ഉണ്ടാകത്തില്ല. അതാണ് വ്യത്യാസം. 19ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും നിരവധിയായ പാപങ്ങൾ മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഇതൊരു മഹത്തായ ശുശ്രൂഷയാണ്, ഒരു മഹത്തായ ശുശ്രൂഷ. വളരെ വേഗത്തിൽ നമുക്ക് പേര് വെട്ടി തള്ളിക്കളയാൻ എളുപ്പമാണ്. പുകഞ്ഞ തിരിയെ കെടുത്തുന്ന ദൈവമായിരുന്നെങ്കിൽ നമ്മളെയൊക്കെ എപ്പോഴേ കെടുത്തി കളഞ്ഞേനെ. എന്നാൽ ദൈവം പുകയുന്ന തിരിയെ കെടുത്തുന്നവനല്ല. തീ അണഞ്ഞുപോയി, കരിന്തിരി കത്തുകയാണ്. പക്ഷെ ദൈവം മനസ്സലിവുള്ളവനായതുകൊണ്ട് അതിനെ ഊതി 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 കത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസി പിന്മാറിപ്പോയാൽ അവനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പുരളും. നമുക്ക് കഠിനമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരന്റെ പുറകെ 10 വർഷം, അദ്ദേഹം മദ്യപാനിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ.
ഈ ദൈവദാസൻ 2 പെൺമക്കളാണ്. എന്നിട്ട് ഈ സഹോദരനെ അതേ ഇടയ്ക്ക് മദ്യപിച്ച് വഴി കിടക്കുമ്പോൾ ഫോൺ വിളിക്കും. അപ്പൊ ഇദ്ദേഹം ഓട്ടോറിക്ഷയായിട്ട് ചെല്ലും, എന്നിട്ട് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വീട്ടിൽ വരും. അങ്ങനെ ഏകദേശം 10 വർഷം ഈ ദൈവദാസൻ ഈ മനുഷ്യന്റെ പുറകെ കടന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം ഒരു സുവിശേഷകനായി. അപ്പൊ യാക്കോബ് അതാ പറയുന്നേ, ഒരു മനുഷ്യൻ പിന്മാറിപ്പോയാൽ അവനെ മടക്കി വരുത്തുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. അതുപോലെ അവന്റെ പാപങ്ങൾ മറയ്ക്കാൻ കാരണമായി തീരുന്ന ഒരു പ്രവൃത്തി ആണ് അവൻ ചെയ്യുന്നത് എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. നമ്മള് ഇവിടെ അവസാനിപ്പിക്കുന്നു. യാക്കോബിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ച ഒരു വിഷയം. യാക്കോബ് തുടങ്ങുന്നത് കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, അവസാനിപ്പിക്കുന്നതും കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കഷ്ടത. എന്നാൽ നമ്മൾ വായിച്ചതുപോലെ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ക്രൂരനായ ഒരു ദൈവമല്ല, ഒരു ന്യായാധിപതിയല്ല നമ്മുടെ ദൈവം. കരുണയും മഹാമനസ്സലിവും ഉള്ളവനാണ്. എത്രയും വേഗത്തിൽ അതിന് പരിഹാരം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ എന്തിന് എന്നെ വീണ്ടും വീണ്ടും കഷ്ടതയിലൂടെ കടത്തി വിടുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മനസ്സിൽ കാണുന്ന ആ രൂപത്തിലേക്ക് ഞാനായി തീർന്നിട്ടില്ല, ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അതിനുവേണ്ടി ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ് നമ്മളെ അതിലൂടെ കടത്തിവിടുന്നത്. ഇതൊന്നും നമ്മെ നശിപ്പിക്കാനോ ഇതൊന്നും ദൈവത്തിന്റെ കോപത്തിന്റെ അടയാളമോ അല്ല. ഇതൊക്കെ സ്നേഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, കഷ്ടത ഒരു ശാപമായിട്ടും കഷ്ടത ഒരു ദൈവമക്കൾക്ക് പാടില്ല എന്ന് പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ നമുക്ക് ബോധ്യമുണ്ടാകണം, കഷ്ടത എന്നുള്ളത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഉദ്ദേശമാണ്, അത് നന്മയ്ക്കാണ്. ദൈവം നമ്മളെ സഹായിക്കുമാണ്.